ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് ഇവിടുത്തെ ഖതീബായ ഷാഹുൽ ഹമീദ് സഖാഫി ഉസ്താദ് ഒരുപാട് വിലപിടിച്ച അമൂല്യമായ ഉപദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. അല്ലാഹു തഖ്വയോടുകൂടി ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. പരിശുദ്ധമായ റജബ് മാസമാണ്. നേരത്തെ ഇവിടെ റജബ് മാസത്തിന്റെ ഒരു പ്രത്യേകത, റജബ് 20 ബഹുമാനപ്പെട്ട ബദ്രീങ്ങളുടെ മൗലിദ്, ബദർ മൗലിദ് രചിച്ച മഹാനവരുടെ ഒരു അനുസ്മരണം ഇവിടെ നടത്തുകയുണ്ടായി. ഈ പരിശുദ്ധമായ റജബ് നമുക്ക് ഒരുപാട് നിലക്ക് കടമപ്പെട്ട أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي إنك لا تخلف الميعاد. ഈ പരിശുദ്ധമായ റജബ് ഒരുപാട് നിലക്ക് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു മാസമാണ്. കാരണം ഒന്നാമത് സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിഅറാജ് നടന്നത് ഈ പരിശുദ്ധ റജബിലാണ്. രണ്ടാമത് ശാഫഈ മദ്ഹബുകാരാകുന്ന ഞങ്ങൾ ശാഫഈ മദ്ഹബിലെ വളരെ പ്രധാനപ്പെട്ട 3 വ്യക്തിത്വങ്ങൾ മരണപ്പെട്ടത് ഈ വിശുദ്ധ റജബ് മാസത്തിലാണ്. അതിൽ ഒന്ന് മഹാനായ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു.
മഹാനവർകൾ വഫാത്തായത് ഫി ആഖിർ റജബ്, റജബിന്റെ അവസാനത്തിലാണ്, അഥവാ 29 അല്ലെങ്കിൽ 30. മറ്റൊരാള് ശാഫിഈ മദ്ഹബിലെ ഏറ്റവും അഗ്രഗണ്യനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു റജബ് 24-നാണ് വഫാത്താകുന്നത്. മൂന്നാമത്തെ ഒരാള് ശാഫിഈ മദ്ഹബിലെ സുപ്രീം കോടതി എന്ന നിലയ്ക്ക് വിശേഷിപ്പിക്കപ്പെടുന്ന ഏറ്റവും വലിയ മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് റജബ് 23-നാണ്. ഈ 3 മഹാന്മാർ മരണപ്പെട്ട മാസമാണ് പരിശുദ്ധമായ റജബ്. ഈ 3 വ്യക്തിത്വങ്ങളും ശാഫിഈ മദ്ഹബുകാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പറ്റാത്തവരാണ്. ഇമാമുന ശാഫിഈ ഈ മദ്ഹബിന്റെ ഏറ്റവും വലിയ നേതാവായി അറിയപ്പെടുന്നു. ഇമാം നവവി റളിയല്ലാഹു അൻഹു രണ്ടാം ശാഫിഈ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ശാഫിഈ മദ്ഹബിലെ ഖാതിമത്തുൽ മുഹഖ്ഖിഖീനായി അറിയപ്പെടുന്ന മഹാനാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു നിങ്ങൾ മഹാനവറുകളെ കേട്ടിട്ടുണ്ടാകാം. അദ്ദേഹം വലിയ ഫഖീഹും അതുപോലെ ലോകത്ത് ഏറ്റവും വലിയ സൂഫിയും വലിയുമായി അറിയപ്പെടുന്ന ആളാണ് ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഫഖീഹ് മാത്രമല്ല, സൂഫിയായിരുന്നു. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ ഏറ്റവും വലിയ മഹാനായിരുന്നു. വഖത്തറക ജമീഅ മലാദിദ് ദുനിയാ മിനൽ മഅകൂലി ഇല്ലാ മാ യഅതീഹി അബൂഹു മിൻ കഅഖിൻ യാബിസ്. മഹാനവർകൾ ഭൗതികമായ ആഡംബരങ്ങളൊന്നും ജീവിതത്തിൽ പകർത്താതെ, ഭൗതികമായ ആഡംബരങ്ങൾക്കൊന്നും അധീനപ്പെടാതെ വളരെ ലളിതമായ ജീവിതമായിരുന്നു ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു നയിച്ചു കാണിച്ചത്. ഒരു സുഖത്തിന്റെ ജീവിതമായിരുന്നില്ല. അവിടുത്തെ ഭക്ഷണം ഒരു ഉണങ്ങിയ ഒരു കേക്ക് പോലെയുള്ള ഒരു ഉണങ്ങിയ വസ്തുവാണ്. ദിവസത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രമാണ് മഹാനവർകൾ ഭക്ഷണം കഴിക്കുന്നത്. എല്ലാ സമയവും ഇൽമിന് വേണ്ടി ചെലവാക്കുകയും അതുപോലെ ഇബാദത്തുകൾക്ക് വേണ്ടി ചെലവാക്കുകയും, സുബ്ഹാനല്ലാഹ്, ധാരാളം കിതാബുകൾ എഴുതി ഈ ലോകത്തിന് സംഭാവന ചെയ്തു ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ മഹാനാണ് ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു. സുദീർഘമായി സംസാരിക്കാൻ സമയമില്ല. 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ ഉണർത്തുകയാണ്. മഹാനവറുകൾ അവിടുത്തെ ജീവിതത്തിന്റെ കഥകൾ പറയുന്നത്, അദ്ദേഹത്തിന്റെ താരീഖുകൾ പറയുന്ന ഗ്രന്ഥങ്ങളിൽ കാണാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം മഹാനവറുകൾ ഉദ്ധരിക്കുന്നുണ്ട്. കുന്തു മരീലൻ ബിൽ മദ്രസത്തി. മഹാനവറുകൾ ദർസിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന് ഒരിക്കൽ രോഗം ബാധിച്ചു. فبينما أنا في بعض الليالي في الصفة الشرقية. അങ്ങനെ ആ മദ്രസയുടെ കിഴക്ക് ഭാഗത്ത് ഞാൻ രോഗബാധിതനായി കിടക്കുമ്പോൾ
എന്നെ സന്ദർശിക്കാൻ എന്റെ കുടുംബക്കാർ വന്നിരുന്നു. വവാലിദി വഇഖ്വതി വജമാഅത്തും മിൻ അഖാരിബി നായിമൂന ഇലാ ജംബി. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ രോഗബാധിതനായി ആ മദ്രസയുടെ ഒരു കിഴക്ക് ഭാഗത്ത് ഞാൻ കിടക്കുമ്പോൾ എന്റെ തൊട്ടടുത്ത് എന്റെ ഉപ്പയും എന്റെ സഹോദരന്മാരും എന്റെ മറ്റ് കുടുംബക്കാരും അവിടെ വന്നിരുന്നു. അവർ ഉറങ്ങി കിടക്കുകയാണ്. അങ്ങനെ ഇത് നശതനില്ലാഹു വആഫാനി മിൻ അലമി, രോഗം ബാധിതനായി കിടക്കുന്ന എനിക്ക് രാത്രി സമയത്ത് ഒരൽപ്പം എന്റെ രോഗം മാറി ആശ്വാസം വരികയും എനിക്ക് രാത്രി എന്റെ കുടുംബക്കാർ എന്റെ ഉപ്പയും കുടുംബക്കാരും കടന്നിറങ്ങുമ്പോ എനിക്ക് ദിക്റ് ചൊല്ലാൻ തോന്നി. ഫസ്താഖത് നഫ്സി ഇല ദിക്രി, ചെറിയ മുതഅല്ലിമായി കുട്ടിയായി പഠിക്കുന്ന സമയമാണ്. അങ്ങനെ എനിക്ക് ദിക്റ് ചൊല്ലാൻ തോന്നി. ഞാൻ ഫജഅൽതു ഉസബ്ബിഹു, എന്റെ ഉപ്പ ഒരു ഭാഗത്ത് കടന്നുറങ്ങുന്നുണ്ട്, എന്റെ കുടുംബക്കാർ കടന്നുറങ്ങുന്നുണ്ട്. ആ സമയത്ത് ഞാൻ എണീച്ചുകൊണ്ട് ദിക്റ് ചൊല്ലാൻ തുടങ്ങി. ഫബൈനമാ അന കദാലിക ബൈനൽ ജഹ്രി വൽ ഇസ്റാർ, അങ്ങനെ ഞാൻ കൂടുതൽ വച്ചത്തിലുമല്ല കൂടുതൽ പതുക്കെയുമല്ല, ഒരു മധ്യരീതിയിൽ ഞാൻ ഇങ്ങനെ ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ഇദാ ബിശൈഖിൻ ഹസനിസ് സൂറത്തി ജമീലിൽ മൻളരി യതവല്ലഉ അലാ ഹാഫത്തിൽ ബറകതി. മഹാനവർകൾ പറയാണ്, ഞാനിങ്ങനെ പാതിരാ സമയത്ത് എണീച്ചുകൊണ്ട് ദിക്റ് ചൊല്ലുമ്പോ നല്ലൊരു സുമുഖനായ തലേ കെട്ടുകെട്ടിയ താടിയുള്ള ഒരു വയസ്സായ മനുഷ്യൻ ഹൗദിന്റെ അടുത്ത് ഉളുവെടുക്കുന്ന ശബ്ദം കേൾക്കുന്നു. പാതിരാ സമയമാണ്. കാണാൻ നല്ല ചേലുള്ള ഭംഗിയുള്ള തലേ കെട്ടുകെട്ടിയ നല്ലൊരു വയസ്സനായ ഒരാള് ഹൗദിന്റെ അടുക്കൽ ഉളുവെടുക്കുന്ന ശബ്ദം കേൾക്കുന്നു. ഫലമ്മാ ഫറഗ മിൻ ഉളൂഇഹി അതാനി, അദ്ദേഹം ഉളുവെടുത്ത് കഴിഞ്ഞപ്പോൾ നേരെ ദിക്റ് ചൊല്ലുന്ന എന്റെ അടുക്കലേക്ക് വരുന്നു. വഖാല ലീ, എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ വലദീ ലാ തദ്കുരില്ലാ, മോനെ ഈ പാതിരാ സമയത്ത് എണീച്ചുകൊണ്ട് നീ ദിക്റ് ചൊല്ലണ്ട. തുശവ്വിസു അലാ വാലിദിക വ ഇഖ്വതിക വ അഹ്ലിക വമൻ ഫീ ഹാദിഹിൽ മദ്രസ, നിന്റെ ഉപ്പാക്ക് നീ ഇങ്ങനെ ദിക്റ് ചൊല്ലുമ്പോ കടന്നുറങ്ങുന്ന ഉപ്പാക്ക് ശല്യമുണ്ടാകും, നിന്റെ സഹോദരന്മാർക്ക് ശല്യമുണ്ടാകും, നിന്റെ കുടുംബക്കാർക്ക് ശല്യമാണ്. ഈ മദ്രസയിൽ കിടന്നുറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നീ ദിക്റ് ചൊല്ലണ്ട മോനെ. ഈ വയസ്സായ ആൾ എന്റെ അടുത്ത് വന്ന് ഉപദേശിച്ചു. ഫഖുൽതു, ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ചോദിച്ചു, യാ ശൈഖ് മൻ അൻത, നിങ്ങൾ ആരാണ്? നിങ്ങളെ പരിചയം എനിക്കില്ലല്ലോ, നിങ്ങൾ ആരാണ്? ആ സമയത്ത് വന്ന ആള് പറയുന്നു, അന നാസിഹുൽ ലക വദഅനി അകൂനു മൻ കുന്തു, ഞാൻ നിനക്ക് ഉപദേശം പറയുന്ന ഒരാളാണ്, ഞാൻ നിനക്കൊരു സതുപദേശമാണ് നൽകിയത്. ഞാൻ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, എന്റെ അഡ്രസ് ചോദിക്കണ്ട, ഞാൻ എനിക്കൊരു നല്ല ഉപദേശമാണ് തന്നത്. ഇവിടെ കടന്നുറങ്ങുന്നവർക്ക് ശല്യമുണ്ടാക്കണ്ട, നീ ശല്യപ്പെടുത്തിയിട്ട് ദിക്റ് ചൊല്ലണ്ട. സുബ്ഹാനല്ലാഹ്. ഇത് കേട്ടപ്പോൾ ഇമാം നവവി റളിയല്ലാഹു അൻഹു ചെറിയ മുതഅല്ലിമാണ്, അവിടുത്തെ ഒരു വിദ്യാർത്ഥിയാണ്. ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ പറയാണ്, ഫവഖഅ ഫീ നഫ്സി അന്നഹു ഇബ്ലീസ്, അപ്പോൾ എന്റെ മനസ്സിൽ ഉദിച്ചു,
ഈ ഉപദേശം നൽകുന്നവൻ ഒരു നല്ല മനുഷ്യനല്ല, ഇവൻ ഇബ്ലീസുൽ ലഈനാണ്, എന്റെ ദിക്ർ മുടക്കാൻ വന്ന പിശാചിയാണ്, ഇവൻ ഇബ്ലീസാണ്. ഫഖുൽതു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഉടനെ ഞാൻ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞു. മാത്രമല്ല വറഫഅതു സൗതി ബിത്തസ്ബീഹ്, ഞാൻ തസ്ബീഹ് കൊണ്ട് ശബ്ദമുയർത്തി, ഞാൻ ഉച്ചത്തിൽ അങ്ങ് തസ്ബീഹ് ചൊല്ലി. ഫഅറള അന്നീ, അഊദു ചൊല്ലിട്ട് ഞാൻ ഉച്ചത്തിൽ ദിക്ർ ചൊല്ലിയപ്പോ ഈ വന്ന ആൾ അവിടുന്ന് മാറിപ്പോകുന്നു. വമശാ ഇലാ നാഹിയതി ബാബിൽ മദ്രസ, ആ ദർസിന്റെ മദ്രസയുടെ ഡോറിന്റെ അടുത്തേക്ക് ഈ മനുഷ്യൻ പോയി. അങ്ങനെ ഞാൻ ഉച്ചത്തിൽ ദിക്ർ ചൊല്ലിയപ്പോ ഫന്തബഹ വാലിദി വൽ ജമാഅതു അലാ സൗതി, എന്റെ ശബ്ദം കേട്ടിട്ട് എന്റെ ഉപ്പ ഉറക്കിൽ നിന്ന് ഉണർന്നു പോയി, അതുപോലെ മറ്റുള്ളവരും ഉണർന്നു. ഫഖുംതു ഇലാ ബാബിൽ മദ്രസ, ഞാൻ ആ മനുഷ്യനെ തേടിയിട്ട് ആ മദ്രസന്റെ വാതിലിന്റെ അടുത്തേക്ക് പോയി. ഫവജത്തുഹു മുഖഫലൻ, നോക്കുമ്പോ ആ ഡോറ് അത് പൂട്ടിയിട്ടാണ് ഇരിക്കുന്നത്, തുറക്കാൻ പറ്റാത്ത നിലക്ക് പൂട്ടിയിട്ടാണുള്ളത്. അങ്ങനെ ഞാൻ ആ മനുഷ്യൻ ഒരുപാട് പരിധി തേടി നോക്കി, പക്ഷേ ഫലം അജിദ് ഫീഹാ അഹദാ, ആ മദ്രസയിൽ ഒരാളെയും കാണുന്നില്ല. ആ സമയത്ത് എന്റെ പിതാവ് ചോദിച്ചു, എന്റെ ഉപ്പ ചോദിക്കുകയാണ്, യാ യഹ്യാ മാ ഖബറുക, മോനെ എന്താണ് നിന്റെ വർത്തമാനം, എന്താണ് ഇവിടെ സംഭവിച്ചത്? ഫഅഖ്ബർതുഹുൽ ഖബറ, അപ്പോൾ ഞാൻ നടന്ന വിവരമെല്ലാം പറഞ്ഞു. ഫജഅലൂ യതഅജ്ജബൂന വഖഅദ്നാ കുല്ലുനാ നുസബ്ബിഹു വനദ്കുറു. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എല്ലാ സംഗതി വിവരിച്ചു കൊടുത്തു. ഇത് കേട്ടപ്പോ എന്റെ ഉപ്പ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ വലിയ മഹാനായി വളർന്ന ആളാണ് ഇമാമുൻ നവവി. അവിടുത്തെ ഒരു ദിക്ർ മുടക്കാൻ, ഒരു നല്ലത് മുടക്കാൻ, അതാ ഒരു ഉപദേശം നൽകുന്ന രൂപത്തിലാണ് ഇബ്ലീസുൽ ലഈൻ ഇവിടെ വന്നത്. തലയെക്കെട്ട് കെട്ടിട്ടാ വന്നത്, താടി വെച്ചിട്ടാ വന്നത്, നല്ല ഒരു ഉപദേശം നൽകുന്നവന്റെ കോലത്തിലാ വന്നത്. ഇതുപോലെ ഒരുപാട് ഖൈറുകളെ മുടക്കാൻ മനുഷ്യരൂപത്തിലുള്ള പിശാചിക്കൽ പലതും ഇവിടെ വരും. അതുകൊണ്ടല്ലേ ഒരാള് ദർസ് നടത്തുമ്പോ ആ ദർസിനെ മുടക്കാൻ ഇബ്ലീസുൽ ലഈൻ പ്രവർത്തിക്കുകയാണ്. എന്താ വന്നിട്ട് പറയുന്നത്, നിങ്ങളെ കുറെ മുത്തഅല്ലിമീങ്ങൾ വെച്ച് ദർസ് എടുത്തിയാല് അത് കിബറുണ്ടാവും, ദർസ് എടുത്തിയാൽ കിബറുണ്ടാവും. അപ്പൊ ആ കിബർ മാറിയിട്ടണെങ്കിലോ ദർസ് ഒഴിവാക്കണോ? ഇബ്ലീസ് പണിയെടുക്കാണ്. ഈ ഖൈറിനെ മുടക്കാൻ ഇബ്ലീസ് നല്ലൊരു കാര്യം ഇട്ട് കൊടുക്കാണ്. നീ കിബറില്ലാതെ നിലക്ക് ജീവിക്കണമെങ്കിൽ ഈ ദർസ് ഒഴിവാക്കണോ? എന്നാ പിന്നെ കിബർ ഉണ്ടാവില്ല. എന്നാൽ ഇവന് ദർസ് ഒഴിവാക്കുമ്പോ കിബർ മാത്രം ഒഴിവായാൽ മാത്രം പോരല്ലോ. മനുഷ്യന്റെ കൽബിനെ ബാധിക്കുന്ന ഏതെല്ലാം രോഗങ്ങളുണ്ട്, അത് കിബർ മാത്രമാണോ? അസൂയയുണ്ട്, അതുപോലെ തന്നെ വൈരാഗ്യങ്ങളുണ്ട്. അപ്പൊ ഇവൻ ദർസ് ഒഴിവാക്കി, ഇവന്റെ തൊട്ടടുത്ത പള്ളിയിൽ നല്ലൊരു മുദരിസ് നടത്തുമ്പോ ഇവന്റെ മനസ്സിൽ അസൂയ വരൂലേ? ഇവൻ ദർസ് ഒഴിവാക്കിയിട്ട് മറ്റൊരാൾ ദർസ് നടത്തുമ്പോ ഇവന്റെ കൽബിൽ അസൂയ വന്നാലോ? ഈ അസൂയ ഒഴിവാക്കാൻ പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെ എവിടെയെങ്കിലും പോയിട്ട് കടലിലേക്ക് തുള്ളേണ്ടി വരും അല്ലേ? ഇവൻ ദർസ് ഒഴിവാക്കുന്നു, മറ്റൊരാള് 50 മുത്തഅല്ലിമീങ്ങൾ വെച്ച് ദർസ് നടത്തുന്നു. അപ്പൊ ഇവന്റെ മനസ്സിൽ ചിലപ്പോ അസൂയ ഉണ്ടാകാം, എനിക്ക് ദർസില്ല, ഇയാൾ ഇങ്ങനെ 50 മുത്തഅല്ലിമീങ്ങൾ വെച്ച് ദർസ് എടുത്താണ്. അപ്പൊ ഈ അസൂയനെ ഒഴിവാക്കാൻ ഇനെന്താ ചെയ്യേണ്ടത്? എവിടെയെങ്കിലും പോയി സമുദ്രത്തിൽ തുള്ളലാണോ? അപ്പൊ ഇങ്ങനെ ഒരു സംഗതി ഒഴിവാക്കാൻ വേണ്ടി ഒരു ഖൈറിനെ ഒഴിവാക്കലല്ല,
കിബിർ ഇല്ലാതെയാകണം എന്ന നിലക്ക് അതിന് ദർസ് ഒഴിവാക്കലല്ല, അതിനെ കൽബ് നന്നാക്കാനാ നോക്കേണ്ടത്. ഇവന്റെ കൽബ് നന്നാവാത്തത് കൊണ്ടാണ് ഇവന്റെ മനസ്സിൽ കിബിർ വരുന്നത്. അല്ലാതെ ഇൽമു പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഇൽമു അല്ലാഹുവിന്റെ നൂറാണ്. ആ മഹാന്മാരുടെ ഇമാമിങ്ങളെ കിതാബുകൾ അത് മുന്നിൽ വെച്ച് ദർസ് നടത്തുമ്പോ, ആത്മാർത്ഥതയോടുകൂടെ ദർസ് നടത്തുമ്പോ, മുത്തഅല്ലിമീങ്ങൾക്ക് അത് ചൊല്ലിക്കൊടുക്കുമ്പോ അവന്റെ കൽബിലേക്ക് കിബിർ വരൂല. കാരണം ഇൽമിന്റെ നൂറാണ് അവന്റെ കൽബിലുള്ളത്. ആ നൂറുണ്ടാകുമ്പോൾ അവന്റെ കൽബിലേക്ക് കിബിർ കടന്നു വരൂല. കൽബ് നന്നാകാത്തത് കൊണ്ടാണ് കിബിർ വരുന്നത്. അതുകൊണ്ട് കിബിർ ഒഴിവായി കിട്ടണമെന്ന നിലക്ക് ദർസിനെ വലിച്ചെറിയലല്ല, ദർസിനെ നിരുത്സാഹപ്പെടുത്തലല്ല, പണ്ഡിതന്മാരെ നിസ്സാരപ്പെടുത്തലല്ല, കിതാബുകളെ നിസ്സാരപ്പെടുത്തലല്ല. ഇന്ന് അതൊരു വലിയ ട്രെൻഡായി ചില ആൾക്ക് മാറിയിട്ടുണ്ട്. എന്ത്? കിതാബും ദർസും ഒഴിവാക്കുക. ഇബ്ലീസിന് വളരെ എളുപ്പമായല്ലോ. ഇബ്ലീസിന് വളരെ എളുപ്പമായി. കാരണം ഇൽമും ഉലമാവും ഈ സമുദായത്തിൽ ഇല്ല എങ്കിൽ ഇബ്ലീസിന് അവന്റെ ഏർപ്പാടുകൾ നടത്താൻ വളരെ അല്ലേ? ഒരു നാട്ടിൽ ഇൽമില്ലെങ്കിൽ ഇബ്ലീസിന്റെ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ സാധിച്ചു കിട്ടും. ഇൽമുള്ള പണ്ഡിതന്മാരാണ് ശൈത്താനിക്ക് ഏറ്റവും വലിയ പേടി. ശൈത്താനിന് ഏറ്റവും വലിയ പേടി പണ്ഡിതന്മാരാണ്. കാരണം അവന്റെ ചതികളും അവന്റെ മറ്റുള്ള എല്ലാ ഏർപ്പാടുകളും പണ്ഡിതന്മാരുണ്ടാകുന്ന കാലത്തോളം അതിവിടെ നടപ്പിൽ വരില്ല. ആ പണിയാണ് ശൈത്താന്മാർ ചില ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മഹാനായ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു ഈ പരിശുദ്ധമായ റജബിൽ അനുസ്മരിക്കപ്പെടേണ്ട ആളാണ്. ഇമാം നവവി തങ്ങളെ മേലിൽ ഈ പരിശുദ്ധ റജബിൽ നമുക്കൊരു യാസീനെങ്കിലും ഓതണം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫാത്തിഹയെങ്കിലും ഓതണം. പരിശുദ്ധമായ റജബിന്റെ 24-ാമത്തെ തീയതിക്കാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. വലിയ കറാമത്തിന്റെ ഉടമയാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ വലിയുദ്ദീൻ അബുൽ ഹസൻ റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയുന്നത് കാണാം, കുന്തു മരീളൻ ബിമറളിൻ യുസമ്മാ അന്നിഖ്റസ്. അഥവാ സന്ധിവാദം എന്ന് പറയുന്ന രോഗമുണ്ടല്ലോ, ആ സന്ധിവാദം ഒരിക്കൽ ബാധിച്ചു. ആ രോഗം ബാധിച്ച് എനിക്ക് നടക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. എന്റെ എല്ലാ ശരീരത്തിന്റെ ഭാഗങ്ങളും വല്ലാത്ത വേദനയാണ്. ആ നിലക്കുള്ള സന്ധിവാദം ബാധിച്ചപ്പോ ഫആദനി അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അന്നവവി, എന്നെ സന്ദർശിക്കാൻ വേണ്ടി ഇമാം നവവി റളിയല്ലാഹു അൻഹു എന്റെ വീട്ടിൽ വന്നു. ഇമാം നവവി തങ്ങൾ എന്റെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ വന്നിരുന്നു. ഫലമ്മാ ജലസ ഇൻദി, ഇമാം നവവി തങ്ങൾ എന്റെ അടുക്കൽ വന്ന് ഇരുന്ന് യതകല്ലമു ഫിസ്സബ്രി, എന്റെ അടുക്കൽ മഹാനവറുകൾ ക്ഷമയെ സംബന്ധിച്ച് ഒരുപാട് ഉപദേശങ്ങൾ നൽകി. രോഗം വന്നാൽ വിഷമിക്കാൻ പാടില്ല, വെപ്രാളമുണ്ടാകാൻ പാടില്ല, അല്ലാഹുവിന്റെ തീരുമാനത്തിലും അവന്റെ ഖളാഇലും പൊറുതികേട് കാണിക്കാൻ പാടില്ല. ചില ആളുകളൊക്കെ ചിന്തിക്കലുണ്ട്, അല്ലാ ഞാൻ ഒരുപാട് ഇബാദത്ത് എടുക്കുന്ന ആളാണ്, നിസ്കരിക്കുന്ന ആളാണ്, നോമ്പെടുക്കുന്ന ആളാണ്, സദഖ കൊടുക്കുന്ന ആളാണ്, പിന്നെ എനിക്ക് എന്തേ സീക്ക് വന്നത്, രോഗം വന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. രോഗം ലഭിക്കുന്നത്, രോഗമുണ്ടാകുന്നത് എല്ലാം അത് ശിക്ഷ എന്ന നിലക്കാകണമെന്നില്ല.
റഹ്മത്തായ നിലയ്ക്ക് ലഭിക്കുന്നതുണ്ട്. രോഗങ്ങളെ കൊണ്ട് ഒരുപാട് ദോഷങ്ങൾ പുറത്തു കിട്ടുന്നു. അല്ലാഹു തആല നമ്മുടെ ഒരുപാട് പാപങ്ങൾ പുറത്തു തരുന്നു. അതുകൊണ്ട് തന്നെ രോഗം ബാധിക്കുമ്പോൾ പൊരുതികേടുണ്ടാകാൻ പാടില്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു അരികിൽ മഹാനായ വലിയുദ്ദീൻ അബുൽ ഹസൻ റളിയല്ലാഹു അൻഹു ഇരുന്ന് ഇങ്ങനെ ഉപദേശം നൽകുന്നു. വേറെ ഒരു മന്ത്രം മഹാനവർകൾ മന്ത്രിക്കുന്നില്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ഊതുന്നില്ല. അവിടെ ഇരുന്നിട്ട് സംസാരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഫലമ്മാ തകല്ലമ, ഇമാം നവവി തങ്ങൾ അവിടെ ഇരുന്ന് എന്നോട് ചില ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോ ജഅലൽ അലമു യദ്ഹബു ഖലീലൻ ഖലീലാ, എന്റെ ശരീരത്തിന്റെ വേദന അതാ ഇങ്ങനെ അല്പാൽപമായി മാറി മാറി പോകുന്നു. ഫലം യസൽ യതകല്ലമു ഹത്താ സാല ജമീഉൽ അലമി. ഇമാം നവവി റളിയല്ലാഹു അൻഹു എന്നോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോ എന്റെ ശരീരത്തിന്റെ എല്ലാ വേദനകളും അത് പൂർണ്ണമായി മാറി കിട്ടുന്നു. അവിടത്തേക്ക് ഊതിയിട്ടില്ല, മന്ത്രിച്ചു കൊടുത്തിട്ടില്ല, ഒരു ചികിത്സയും നടത്തിയിട്ടില്ല, ശരീരം കൊണ്ട് അവിടുത്തെ കൈ കൊണ്ട് തടവി കൊടുക്കുന്നില്ല. അവിടെ ഇരുന്ന് സംസാരിച്ചപ്പോഴേക്ക് മഹാനവരുടെ രോഗം മാറി കിട്ടുന്നു. അത്രക്കും വലിയ മഹാനാണ് ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു. അവിടെ ഇരുന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ രോഗം മാറിക്കിട്ടുന്നു. അതാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു ചില്ലറക്കാരനല്ല. ഒരു ദിവസം ഇമാം സുബുക്കി റളിയല്ലാഹു അൻഹു, നിങ്ങളൊക്കെ ഇമാം സുബുക്കി റളിയല്ലാഹുവിന്റെ പേര് കേട്ടിട്ടുണ്ടാകും. ആ ഇമാം സുബുക്കി റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു മനുഷ്യന്റെ കൂടെ ഇമാം സുബുക്കി ഒരു വാഹനത്തിൽ ഒരു കുതിരപ്പുറത്തിരിക്കുന്നു. ഒരൽപ്പം വയസ്സായ മറ്റൊരാള്, ഒരു നാടനായ മനുഷ്യൻ, ആ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്നു. ഇമാം സുബുക്കി അദ്ദേഹത്തോട് സംസാരിച്ച് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇമാം നവവി തങ്ങളെ കണ്ടിട്ടുണ്ട്. ഇമാം നവവി തങ്ങളെ കണ്ട ആളാണ് ഞാൻ. ഇത് പറഞ്ഞ ഉടനെ ഇമാം സുബുക്കി റളിയല്ലാഹു അൻഹു കുതിര പുറത്തുനിന്ന് താഴെ ഇറങ്ങുന്നു. കുതിരപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങി നടന്നു പോവുകയാണ്. ആ സമയത്ത് ആ നാടനായ മനുഷ്യൻ ചോദിക്കുന്നു, നിങ്ങളെന്തേ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയത്? ഈ വാഹനമുണ്ടാകുമ്പോ നിങ്ങൾ എന്തിനാ നടക്കുന്നത്? ആ വാഹനത്തിൽ കയറിക്കൂടെ? ഇമാം സുബുക്കിയോട് ആ നാടനായ മനുഷ്യൻ ചോദിക്കുമ്പോ ഇമാം സുബുക്കി തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? ഇമാം സുബുക്കി തങ്ങൾ പറയാണ്, ഇമാം നവവി തങ്ങളെ കണ്ടവരാൾ ഇവിടെ ഇരിക്കുമ്പോ ഈ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നത് അതബല്ല. ഇമാം നവവി തങ്ങളെ കണ്ടാളിരിക്കുമ്പോ ആ കണ്ടാള് നടന്നു പോകുന്ന സമയത്ത് വാഹനത്തിന്റെ മുകളിൽ കയറി പോകുന്നത് ഇമാം നവവിയോട് യോജിച്ച അതബല്ല. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, ആ മനുഷ്യൻ ഒരു പണ്ഡിതനല്ല, ഒരു വലിയല്ല, അല്ലെങ്കിൽ മറ്റാരുമല്ല, കേവലം ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്. പക്ഷേ ഇമാം നവവി തങ്ങളെ കണ്ടാളാണ്. അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകൊണ്ട് ഇമാം നവവി തങ്ങളെ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് ഇമാം സുബുക്കി റളിയല്ലാഹു അൻഹു
വാഹനത്തിൽ ഇറങ്ങി നടന്നു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, അതാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. അത്രക്കും വലിയ മഹാനാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. ചില്ലറക്കാരനല്ല. വലിയ സുഹുദിന്റെയും ഇബാദത്തിന്റെയും തഖ്വയുടെയും മഹാനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ധാരാളം പറയാനുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് സുദീർഘമായി കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ശാഫിഈ മദ്ഹബിന്റെ മുഅ്തമദായ ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനാണ്. എത്രയോ വിലപിടിച്ച വലിയ വലിയ ഗ്രന്ഥങ്ങൾ, ഒരുപാട് വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ചെറിയ ആയുസ് കൊണ്ട് രചിച്ചു. ഒരു ദിവസം ഇമാം നവവി തങ്ങളോട് ഒരാള് ഒരു മസ്അലയുടെ കാര്യത്തിൽ തർക്കിച്ചപ്പോ ഇമാം ഗസാലിയുടെ കിതാബുൽ ബസീത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ഒരു കാര്യത്തെ സംബന്ധിച്ച് തർക്കിച്ചപ്പോ ഇമാം നവവി തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ ആ ഗ്രന്ഥത്തെ സംബന്ധിച്ച് എന്നോട് തർക്കിക്കുകയാണോ? ആ ഗ്രന്ഥം ഞാൻ 300-ൽ അധികം പ്രാവശ്യം ഖതം തീർത്തിട്ടുണ്ട്. 300-ലധികം പ്രാവശ്യം ഞാൻ അത് പൂർണ്ണമായി മുതാലാ ചെയ്ത് തീർത്തവനാണ്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ മുതാലാ ചെയ്യുകയും ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കുകയും കുതുബായി തെരഞ്ഞെടുക്കപ്പെടുകയും അവിടുത്തെ ജീവിതത്തിന്റെ അവസാന കാലം കുതുബായി തെരഞ്ഞെടുക്കപ്പെട്ട ഔലിയാക്കളെ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട മഹാനാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. ആ ഇമാം നവവി തങ്ങളെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെ നന്നാക്കി തരുമാറാവട്ടെ. ഞങ്ങളെ ഖൽബും ഞങ്ങളെ മനസ്സും എല്ലാം അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ പരിശുദ്ധമായ റജബ് മാസം, ഈ റജബ് മാസത്തിൽ ഒരുപാട് മഹാന്മാരെ നമുക്ക് അനുസ്മരിക്കേണ്ടതുണ്ട്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, അതുപോലെ ഇമാം ഇബ്നു ഹജൽ ഹൈതമി റളിയല്ലാഹു അൻഹു, അവരെല്ലാവരും ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ വഫാത്തായി പോയവരാണ്. ഇമാമുന ശാഫിഈ തങ്ങള് ശാഫിഈ മദ്ഹബിന്റെ മുഅസ്സിസായി അറിയപ്പെടുന്ന ആളാണല്ലോ. സുബ്ഹാനല്ലാഹ്, ഇമാമുന ശാഫിഈ തങ്ങളെ മഹത്വങ്ങൾ പറഞ്ഞാലുണ്ടോ തീരുന്നത്. ഇൽമിന് വലിയ പ്രാധാന്യത കൊടുത്തു. 7ാമത്തെ വയസ്സിൽ വിശുദ്ധമായ ഖുർആൻ മനപ്പാഠമാക്കുന്നു. 10ാമത്തെ വയസ്സാകുമ്പോ ഇമാമുന ശാഫിഈ തങ്ങള് ഇമാം മാലിക് തങ്ങളെ കിതാബുൽ മുവത്ത പൂർണ്ണമായി മനപ്പാഠമാക്കുന്നു. ഇമാം മാലിക് തങ്ങൾ ദർസിലേക്ക് ഇമാം ശാഫിഈ തങ്ങൾ പഠിക്കാൻ പോകുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഇമാം മാലിക് തങ്ങളെ കിതാബുൽ മുവത്ത പൂർണ്ണമായി മനപ്പാഠമാക്കിയിരുന്നു. വിശുദ്ധ ഖുർആനിന് പുറമേ കിതാബുൽ മുവത്ത പൂർണ്ണമായി മനപ്പാഠമാക്കുന്നു. മാത്രമല്ല, ഇമാം മാലിക് തങ്ങളെ ദർസിൽ പഠിച്ചതിന്റെ ശേഷം ഞാൻ അതിന്റെ ചരിത്രത്തിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. സമയക്കുറവ് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. ഇമാമുന ശാഫിഈ തങ്ങൾ ഒരുപാട് മഹാന്മാരുടെ അടുക്കൽ പോയി പഠിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രദേശത്തിലേക്ക് പോയി പഠിച്ചിട്ടുണ്ട്. ഇൽമിനോട് വലിയ താല്പര്യം കാണിക്കുകയും ഇൽമിന് വേണ്ടി ജീവിക്കുകയും ഇൽമിന് ഹയാത്താക്കുകയും ചെയ്ത മഹാനാണ് ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുറൈശ് ഗോത്രത്തിൽപ്പെട്ടവരി പണ്ഡിതൻ ലോകം മുഴുവനും ഇൽമു കൊണ്ട് ഹയാത്താക്കും, ലോകം മുഴുവനും ഇൽമു കൊണ്ട് നിറക്കുമെന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഇമാമുന ശാഫിഈ തങ്ങളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ തന്നെ മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട്. ഇമാമുന ശാഫിഈ തങ്ങൾ ജനിക്കുന്നത് 150-ലാണ്, വഫാത്താകുന്നത് 204-ലാണ്. എന്നാൽ ശാഫി ഇമാമു ജനിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വെക്കുന്നു, ലോകം മുഴുവനും ഇൽമു കൊണ്ട് നിറക്കുന്ന ഒരു പണ്ഡിതനുണ്ട്, ഖുറൈശ് ഗോത്രത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ ഇവിടെ വരാനുണ്ട്. അപ്പറഞ്ഞത് ഇമാമുന ശാഫിഈ തങ്ങളെ സംബന്ധിച്ചാണെന്ന് ഒരുപാട് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ആ ഇമാമുന ശാഫിഈ തങ്ങളോട് അവിടുത്തെ ശിഷ്യനാകുന്ന ഇമാം മുസനി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഉസ്താദിനോട് ചോദിക്കുകയാണ്, കൈഫ ശഹ്വതുക ലിൽ ഇൽമി, കൈഫ ശഹ്വതുക ലിൽ ഇൽമി, നിങ്ങൾക്ക് ഇൽമിനോടുള്ള ശഹ്വത്ത്, ഇൽമിനോടുള്ള ആഗ്രഹം എങ്ങനെയാണ്, ഇൽമിനോടുള്ള പൂതി എങ്ങനെയാണ്, അതൊന്ന് വിവരിക്കാമോ? ഇൽമു വേണ്ട എന്നല്ല പറയുന്നത്, ഇൽമു പഠിക്കുന്നത് മോശമാണ് എന്നല്ല പറയുന്നത്, ദർസ് നടത്തുന്നത് മോശമാണ് എന്നല്ല പറയുന്നത്. ഇമാമുന ശാഫിഈ തങ്ങളോട് ചോദിച്ചപ്പോ ഇമാമുന ശാഫിഈ തങ്ങൾ പറയുന്ന മറുപടി എന്താ? അസ്മഉ ബിൽ ഹർഫി മിമ്മാ ലം അസ്മഉഹു, ഞാൻ കേൾക്കാത്ത ഇൽമ് ഞാൻ കേൾക്കും, എനിക്ക് കിട്ടാത്ത ഒരു ഇൽമ് കിട്ടുമ്പോ ഫതവദ്ദു അഅളാഇ അന്ന ലഹാ അസ്മഅൻ തതനഅമു ബിഹി മിസ്ല മാ തനഅമത് ബിഹിൽ ഉദുനാനി. ആ ഇൽമു കേൾക്കുമ്പോൾ എന്റെ രണ്ട് കാതുകൾക്ക് എന്തോ ഒരു ആനന്ദമാണ്. കേൾക്കാത്തവര് ഇൽമു കിട്ടുമ്പോ എന്റെ രണ്ട് കാതുകൾക്ക് വലിയ ആനന്ദമാണ്. ആ ആനന്ദമുണ്ടാകുമ്പോ എന്റെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും പാർട്സുകളും അതാ കൊതിച്ചു പോവുകയാണ്. എന്റെ രണ്ട് കൈകളും എന്റെ രണ്ട് കാലുകളും എന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും കൊതിച്ചു പോകുന്നു. എന്താണ് കൊതിക്കുന്നത്? എന്റെ രണ്ട് കൈകൾക്കും കാതുകൾ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, എന്റെ കാലുകൾക്കും കാതുകൾ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഈ ഇൽമു കേൾക്കാൻ, ആ ആനന്ദമുണ്ടാകാൻ ഈ രണ്ട് കാതുകൾ പോരാ, എന്റെ കൈകൾക്കും എന്റെ കാലിനും എന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും കാതുകൾ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് കൊതിച്ചു പോകും. അങ്ങനെയാണ് ഇൽമു കേൾക്കുമ്പോൾ എനിക്ക് ആനന്ദമുണ്ടാകുന്നത്. വീണ്ടും മഹാനവറുകളോട് ബഹുമാനപ്പെട്ട ഇമാം മുസനി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, കൈഫ ഹിർസുക അലൈഹി, ഇൽമിനോടുള്ള അലച്ച എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇൽമിനോടുള്ള അലച്ച എങ്ങനെയാണ്? കൊതി എങ്ങനെയാണ്? മഹാനവറുകൾ പറയുന്നു, ഹിർസുൽ ജമുഇൽ മനൂ ഫീ ബുലൂഗി ലദ്ദതിഹി ലിൽ മാൽ. ഒരാൾക്കും ഒരു നയാ പൈസ കൊടുക്കാത്ത ഒരു മുതലാളി, അവന് പണത്തിനോട് വലിയ ആർത്തിയാണ്, പണത്തിനോട് വലിയ കൊതിയാണ്. അങ്ങനെ സമ്പത്തിങ്ങനെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു മുതലാളി, അവനിക്ക് മുതലിനോട് എങ്ങനെ സ്നേഹമുണ്ടോ? ഒരു നയാ പൈസ ഒരാൾക്കും കൊടുക്കാത്ത,
പണത്തിനോട് വലിയ ആഗ്രഹമുള്ള ആർത്തിയുള്ള ഒരാള്, അവനിക്ക് പണത്തിനോട് എങ്ങനെ ആഗ്രഹമുണ്ടോ അതുപോലെയാണ് എനിക്ക് ഇൽമിനോടുള്ള ആഗ്രഹം, ഇൽമിനോടുള്ള കൊതി, വലിയ കൊതിയാണ് എനിക്ക്. ആരാ പറയുന്നത്? ഇമാമുന ശാഫിഈ തങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ ഇൽമെന്താണ്? ഇമാമുന ശാഫിഈ തങ്ങളെ ഇൽമെന്താണ്? സുബ്ഹാനല്ലാഹ്, അതിനെ വിശദീകരിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. ഇമാമുന ശാഫിഈ തങ്ങളെ ഒരു മസ്അലയിൽ വാദപ്രതിവാദം നടത്തിയിട്ട് ഉത്തരമുട്ടിച്ച ഒരു കുട്ടി ലോകത്തില്ല. അത്രക്കും വലിയ മഹാനാണ് ഇമാമുന ശാഫിഈ തങ്ങള്. ബഹുമാനപ്പെട്ട ശൈഖുന പേരോട് ഉസ്താദ് അവർകൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവർകൾക്ക് അല്ലാഹു ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ആമീൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ നിർത്തി. ഇമാമുന ശാഫിഈ തങ്ങളോട് അവസാനമായി ഒറ്റ ചോദ്യം ഇമാം മുസനി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, കൈഫ തലബുക ലഹു, നിങ്ങൾ എങ്ങനെയാണ് ഇൽമ് തേടി പഠിക്കുന്നത്? അതിന്റെ രൂപം എങ്ങനെയാണ്? ഇമാം ശാഫിഈ തങ്ങൾ പറയുന്നു, തലബുൽ മർഅത്തിൽ മുദില്ലത്തി വലദഹാ ലൈസ ലഹാ ഗൈറുഹു, ഒരു ഏക കുട്ടിയുള്ള ഒരൊറ്റൊരു മോനുള്ള ഒരു പെണ്ണ്, ആ സ്ത്രീയുടെ മകൻ കാണാതെയായാൽ ആ കുട്ടിനെ ആ സ്ത്രീ എങ്ങനെ തേടുമോ, എത്ര പൂതിയോടെ ആഗ്രഹത്തോടെ ആ കുട്ടിനെ തേടുമോ, ഇതുപോലെയാണ് ഞാൻ ഇൽമു തേടുന്നത്, ഇൽമു പഠിക്കുന്നത്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ മഹാന്മാരാകുന്ന അയിമ്മത്ത് ഇൽമിനോട് വലിയ മഹബത്ത് കാണിച്ച, അതിന്റെ മഹത്വം പഠിപ്പിച്ചു കൊടുത്തവരാണ്. അല്ലാഹു നമുക്കൊക്കെയും നാഫിയായ ഉലൂമുകൾ അല്ലാഹു ഏറ്റിത്തരുമാറാവട്ടെ. ആ മഹാന്മാരുടെ മദതും അവരുടെ പൊരുത്തവും അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവർകൾ ഇനി ഇതിന്റെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്തേക്ക് പരിപാടിക്ക് പോകാനുണ്ട്. അൽഹംദുലില്ലാ, നമ്മുടെ ഈ നാട്ടിലേക്ക് ഉസ്താദ് അവർകൾ വന്നിരിക്കുകയാണ്. നമുക്കൊക്കെ വലിയ സന്തോഷമാണ്. പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നമുക്കൊക്കെ നേതൃത്വം നൽകാനും നമുക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കാൻ അല്ലാഹു ഉസ്താദിന് ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് ബഹുമാനപ്പെട്ട ശൈഖുന പേരോട് ഉസ്താദ് അവരുകളെ നാം ക്ഷണിക്കുകയും അൽഹംദുലില്ലാ നമ്മുടെ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. വലിയൊരു സന്തോഷമാണ്. ശൈഖുന പേരോട് ഉസ്താദ് അവരുകൾ നമ്മളുടെ ഈ മഹല്ലിലേക്ക്, ഈ സംഘടനയ്ക്ക്, ഈ സംഘടനയ്ക്ക് 5 വയസ്സായപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം 30ാമത്തെ വാർഷികമാണ് കൊണ്ടാടുന്നത്. അപ്പം 5 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഉസ്താദ് വന്നിട്ടുള്ളത്. ഇപ്പം 30 വയസ്സായി യുവത്വത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. അന്ന് പേരോട് ഉസ്താദ് നല്ല ചെറുപ്പക്കാരനായിരുന്നു. നല്ല പ്രസംഗം നടത്തി. ആ പ്രസംഗം ഇന്നും നമ്മളെ ഹൃദയത്തിൽ ഉണ്ട്. പാറക്കല്ലുകൾ പോലും അവിടെ നിന്ന് പൊട്ടിപ്പോകുന്ന നിലക്കുള്ള പ്രസംഗങ്ങൾ നാം ഗ്രഹിച്ചവരാണ്.
ഇൻഷാ അല്ലാഹ് 30 വർഷം 25 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഉസ്താദ് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത്. വലിയൊരു സന്തോഷമാണ്. നാം ഈ സംഘടനയുടെ വാർഷികം കൊണ്ടാടുമ്പോൾ എല്ലാ കൊല്ലവും വഅദ് സംഘടിപ്പിക്കണമെന്ന് നാം ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ, മീറ്റിംഗ് കൂടുമ്പോൾ ഫസ്റ്റ് പറയുന്നത് തന്നെ പേരോട് ഉസ്താദിനെ വിളിക്കണമെന്ന്. എല്ലാവരും പറയുന്ന പേരോട് ഉസ്താദിനെ വിളിക്കണമെന്ന്. പക്ഷെ പേരോട് ഉസ്താദ് ഒരാളെ ഉള്ളൂ, വിളിക്കുന്ന ആളുകൾ 1000 ആളുകളുണ്ട്. അതുകൊണ്ട് ഉസ്താദിന് ഇവിടേക്ക് വരാനുള്ള സമയം കിട്ടാറില്ല. നമുക്ക് അവസരം കിട്ടിയത് വലിയൊരു സന്തോഷമാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾക്കൊരു വലിയൊരു ആഗ്രഹമുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുന പേരോട് ഉസ്താദ് അവர்கள் നമ്മുടെ നാട്ടിലേക്ക് എല്ലാ കൊല്ലവും വരണമെന്ന ആശയുണ്ട്. പക്ഷേ ഉസ്താദ് സമയം കിട്ടാത്തത് കൊണ്ട് എല്ലാ സ്ഥലത്തിലേക്കും ഉസ്താദ് എത്താനുള്ളത് കൊണ്ട് നമുക്ക് എത്തിക്കിട്ടാറില്ല. എന്നാലും ഒരു 1000 ദിവസത്തിന് ഒരു ദിവസം വിളിക്കണമെന്ന വലിയൊരു ആഗ്രഹമുണ്ട് നമുക്ക്. 1000 ദിവസത്തിന് പറഞ്ഞാല് 3 കൊല്ലത്തിന് ഒരിക്കെങ്കിലും ഇവിടേക്ക് വരണമെന്ന് വലിയ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഉസ്താദ് അത് ചെറിയൊരു ക്ഷണം ഞങ്ങൾ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ഈ നാട്ടിൽ വലിയ അനുകൂലികളാണ് ഉസ്താദന്മാർക്ക്, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്കുള്ളത്. നമുക്ക് ചെറുപ്പത്തിൽ അറിയാം, നമ്മളെ വീടുകളിൽ എല്ലാ വീടുകളിലും ബഹുമാനപ്പെട്ട ശൈഖുന പേരോട് ഉസ്താദിന്റെ കാസറ്റ് വായത് കേൾക്കാത്ത ഒരു വീടുകളും ഞാൻ കേട്ടിട്ടില്ല, ഒരു വീടുകളും ഉണ്ടായിട്ടില്ല. എല്ലാ വീടുകളും പേരോട് ഉസ്താദിന്റെ വായതാണ് എപ്പോഴും. അപ്പുറത്തേക്ക് പോയാലും ഇപ്പുറത്ത് പോയാലും എളാപ്പന്റെ പിറക്ക് മൂത്താപ്പന്റെ പിറക്ക് എവിടെ പോയാലും പേരോട് ഉസ്താദിന്റെ വായതാണ് കേൾക്കാറുള്ളായിരുന്നു. ഇൻഷാ അല്ലാഹ് അത്രയും സ്നേഹിക്കുന്ന നാട്ടുകാരാണ് നാമൊക്കെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ എത്തിപ്പെട്ടതിൽ വലിയ സന്തോഷമുണ്ട്. ഉസ്താദ് അവർക്ക് എങ്ങനെയാണ് സ്വാഗതം പറയേണ്ടതെന്ന് നമ്മൾക്ക് വാക്കുകളില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഒരുപാട് കാലം അവിടുത്തെ തണലിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പേരോട് ഉസ്താദിന് മറ്റൊരു സ്ഥലത്തിലേക്ക് പോകാനുള്ളത് കൊണ്ട് ഞാൻ നീട്ടി അവിടുന്ന് സംസാരിക്കുന്നില്ല. നമ്മളെ ഈ വേദിയിലേക്ക് ജലീൽ മാസ്റ്റർ അവർ എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിനും സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ മുഹമ്മദ് ഹാജി പറലെടുക്ക, അതുപോലെ അതിഥികളായി കുറെ ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. പള്ളിയുടെ പ്രസിഡന്റുമാർ, ഉസ്താദന്മാർക്ക് എല്ലാവർക്കും പേര് പറയാതെ തന്നെ എല്ലാ ആളുകൾക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറയുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ ഇൻഷാ അല്ലാഹ് നമ്മളോട് സംസാരിക്കും. അവിടുത്തെ സമയത്തിന് നഷ്ടപ്പെടുത്താതെ എൻ്റെ വാക്ക് ഞാൻ ചൊരിക്കുന്നു. അതിന് മുമ്പായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾക്കുള്ള ഈ SYSന്റെ 30ാം വാർഷികം കൊണ്ടാടുമ്പോൾ ഉസ്താദ് അവർക്ക് ഒരു സന്തോഷം എന്ന നിലക്ക് ഞങ്ങൾ അവിടുത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു സന്മാനം ഒരുക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവരുകളെ ആദരിക്കുകയാണ് ഒരു ശാല അണിഞ്ഞിട്ട്. അതിനുവേണ്ടി ബന്ധപ്പെട്ട ആളുകളെ ക്ഷണിക്കുന്നു.